ഒന്നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ജീവിതാനുഭവത്തിലൂടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ നിങ്ങളുടെ മുഖത്തിൽ പ്രസ്താവിപ്പാൻ ലഭിച്ച വലിയ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വഴികൾ, ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ പ്രസ്താവിപ്പാൻ ക്രിസ്തുവിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കും. ആദ്യം എൻ്റെ ജീവിതത്തിൻ്റെ ചില വഴിത്തിരിവുകളെ ഞാൻ കുറിച്ച് പറയാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് യേശുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചത്. അങ്ങനെ കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ച് എൻ്റെ ഒരു അങ്കിൾ വളരെ വിദൂരത്ത് ഡൽഹിയിൽ എന്നെ കൊണ്ടുപോയി വിൽക്കുവാനിടയായി തീർന്നു. അദ്ദേഹത്തിനറിയില്ല എവിടെ വിറ്റു എന്നുള്ളത്. പക്ഷേ എന്നെ കൊണ്ടുപോയ വ്യക്തി ഒരു ഹോട്ടലിലായിരുന്നു എന്നെ കൊണ്ടുപോയത്. പക്ഷേ അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു. 2 വർഷം ആ ഹോട്ടലിൽ നന്നായി ജോലി ചെയ്തു. എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമായിരുന്നു പഠിക്കണമെന്നുള്ളത്. പക്ഷെ അന്ന് കർത്താവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിച്ചതുകൊണ്ട് രാത്രിയും പകലും കരയുന്ന ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. പഠിപ്പാൻ ദൈവം കൃപ നൽകി. എൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം, ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ ഏക ആഗ്രഹം നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ വേല ചെയ്യണമെന്നുള്ളതായിരുന്നു. അതിന് കാരണം എൻ്റെ നോർത്ത് ഇന്ത്യയിലെ അനുഭവമായിരുന്നു. അന്ന് ആ അനുഭവം, ഞാനൊരു ഹോട്ടലിൽ നേരത്തെ പറഞ്ഞ പാത്രം കഴുകുന്ന ഒരു തൊഴിലാളിയായിരുന്നു. എന്നെ അങ്ങനെയാണ് അവിടെ കൊണ്ട് വിറ്റത്. പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ സുവിശേഷത്തിൽ ആ ചെറിയ ഹൃദയത്തിൽ നിർണയമെടുക്കുവാൻ അതെന്നെ ഇടയാക്കി തീർത്തു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബൈബിൾ കോളേജ് പഠിപ്പാൻ ദൈവം ഇടയാക്കി. ബൈബിൾ കോളേജിൽ 3 വർഷം പഠനത്തിന് ശേഷം എൻ്റെ ഏക ലക്ഷ്യം നോർത്ത് ഇന്ത്യ ആയിരുന്നു. എൻ്റെ ബൈബിളിൽ ഒരു ഇന്ത്യയുടെ പടം വെച്ചിട്ട് ഞാൻ എപ്പോഴും മുട്ടിൽമെന്ന് പ്രാർത്ഥിക്കും, കർത്താവേ, യേശു എന്ന അറിഞ്ഞുകൂടാത്ത നോർത്ത് ഇന്ത്യയിൽ എന്നെ അയക്കണം. പക്ഷെ അതെന്നെ ഓരോ ദിവസവും എന്നെ ആത്മഭാരത്തിലേക്ക് നടത്തി. ബൈബിൾ കോളേജിൽ 3 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഏക ലക്ഷ്യം നോർത്ത് ഇന്ത്യ ആയിരുന്നു. അങ്ങനെ അന്ന് 1992 ബൈബിൾ കോളേജിൽ നിന്ന് നോർത്ത് ഇന്ത്യക്ക് മിഷണറിമാരെ വിടുന്നുണ്ടായിരുന്നു. ബഥൽ ബൈബിൾ കോളേജിൽ അന്നത്തെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടായിരുന്ന കർത്താവദാസൻ TJ ശാമുൽ സാർ നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാരെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മിഷണറിമാരെ വിടുന്ന കൂട്ടത്തിൽ എന്നെയും വിട്ടു. ഞാൻ അന്ന് ആദ്യം കൈപൊക്കി. എൻ്റെ കൂട്ടത്ത് 13 പേരുണ്ടായിരുന്നു. ആ 13 പേരിൽ ഒരുവനായി നോർത്ത് ഇന്ത്യയിൽ എത്തുവാൻ ദൈവം ഇടയാക്കി തീർത്തു. പക്ഷേ നോർത്ത് ഇന്ത്യക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ അറിയില്ല ഞാൻ എവിടെ പോകുന്നു എന്നുള്ളത്. അതിന് കാരണം എൻ്റെ കയ്യിൽ നല്ലൊരു പാൻസില്ലായിരുന്നു, നല്ല ഷർട്ടില്ലായിരുന്നു, നല്ലൊരു ചെരുപ്പില്ലായിരുന്നു, നല്ലൊരു പെട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് വീട്ടുകാരും വിശ്വസിച്ചില്ല ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകുമെന്ന്. പക്ഷേ എൻ്റെ ഏക ലക്ഷ്യം നോർത്ത് ഇന്ത്യയിൽ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ മാതാപിതാക്കളെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഒരു പാട്ട് പാടിയ ശേഷം യാത്ര ചെയ്യും ഞാൻ കുറിച്ച് നോക്കി എന്നുള്ള പാട്ട് ഞാൻ പാടി. എന്നിട്ട് അവർക്ക് ഞാൻ എൻ്റെ ചുംബനം കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെൻ്റെ ആദ്യത്തെ അവസാനത്തെ ചുംബനമാണ്. വന്നാൽ തിരിച്ചു കാണാം, ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കാണാം. അങ്ങനെ 2 പാൻറ്റും 2 ഷർട്ടും 6 മാസം തേജ ചെരുപ്പ് ഇട്ടുകൊണ്ട് നോർത്ത് ഇന്ത്യക്ക് യാത്ര തിരിച്ചു. ലക്നൗ എന്ന സ്ഥലത്തെത്തി. ലക്നൗവിൽ നിന്ന് അവിടെ 3 മാസത്തെ ഭാഷാ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം വിവിധ സ്ഥലത്ത് മിഷണറിമാരെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് യാത്ര തിരിച്ച് ലക്നൗവിൽ നിന്ന് യാത്ര തിരിച്ച് ലഖിംപൂർ ഖീരി എന്ന് പറയുന്ന ഗ്രാമത്തിലെത്തി. ആ ലഖിംപൂർ ഖീരി എന്ന് പറയുന്ന ഗ്രാമം ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങൾ കാണുന്നത്. അവിടെ എത്തി. ആ ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത്, ആ ഗ്രാമത്തിൽ കറണ്ടില്ല, ആശുപത്രിയില്ല, വാഹന സൗകര്യങ്ങളില്ല, ഡോക്ടറില്ല, സ്കൂളില്ല.
ഒരു വിജനമായ കുഗ്രാമം. ദൈവാത്മാവിനോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ സ്ഥലമെന്ന്. പക്ഷെ എനിക്കറിയില്ല. അവിടെ വേല ആരംഭിച്ചു. അവിടെ വേല ആരംഭിച്ചപ്പോൾ ഞാൻ മാത്രമായിരുന്നു. അങ്ങനെ ആ ഗ്രാമത്തിൽ ആദ്യമായി ഒരു വീടെനിക്ക് ലഭിച്ചു. ആദ്യമായി അവിടെ ഭാഷ നല്ലവണ്ണം അറിയില്ല. പക്ഷേ എടുത്തൊരു മാധ്യമം അവിടെ ചെന്നപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ ഈ കുട്ടികൾക്ക് പാട്ട് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. കുഞ്ഞുങ്ങൾ പാട്ടുകൾ പഠിപ്പിക്കുവാൻ, ഹല്ലേലൂയ പറയുവാൻ. കാരണം ഇവിടെ ഇടയിൽ ഇത് ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ഈ ഇഷ്ടംപോലെ കുട്ടികളുള്ളതുകൊണ്ട് അവരോട് ഈ സൺഡേ സ്കൂൾ ആ രീതിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. എല്ലാ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ ഹാർദമായി സ്വീകരിക്കുമായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അവിടെ എത്തുമ്പോൾ, ആ ഗ്രാമങ്ങളിൽ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഉച്ചനീചത്വമാണ്. ഇന്നും നോർത്ത് ഇന്ത്യയിൽ, ഉത്തർപ്രദേശിൽ ഒരു വലിയവൻ റോഡിൻ്റെ സൈഡിലോ കടയിലോ ഇരിക്കുമെങ്കിൽ പാവപ്പെട്ട റോഡിലൂടെ കടന്നു പോകുമ്പോൾ അവനിങ്ങനെ പറയണം, ബാബുജി ആക്ക പേർ ചുവേ, യജമാനനെ അങ്ങയുടെ പാദം തൊട്ട് വന്ദിക്കുന്നു എന്ന് പറഞ്ഞു വേണം പോകാൻ. അപ്പോൾ അന്ന് ഏറ്റവും വലിയ ഉച്ചനീചത്വമായിരുന്നു. കാരണം വലിയൻ്റെ പാവപ്പെട്ട ഒരു വീട്ടിൽ വലിയവൻ പോകത്തില്ല. ഇനി പോയാൽ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണമോ അവർ കൊടുക്കുന്ന വെള്ളമോ കുടിക്കാറില്ല. അവിടെ വീട്ടിൽ പോയി ഇരിക്കാറില്ല. അപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ചു, ദൈവമേ, ഈ ഗ്രാമങ്ങളിൽ പോകുമ്പോൾ അവർ തരുന്ന എന്തും കഴിക്കണം, അവർ എന്തും കുടിക്കണം, അവർ എന്ത് തന്നാലും ഞാൻ കുടിക്കും, ഭക്ഷിക്കും. ഉള്ളിൽ തീരുമാനമെടുത്തു. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോഴും അത് സ്വീകരിപ്പാനിടയായി തീർന്നു. ഏത് ഗ്രാമത്തിൽ ചെന്നാലും അവർ നമ്മളെ സ്വീകരിക്കും. അവർ സ്വീകരിക്കുന്നത് ആദ്യം ചോദിക്കും, നിങ്ങൾ വെള്ളം കുടിക്കുമോ എന്ന്. നമ്മൾ വെള്ളം കുടിക്കുമെങ്കിൽ അവർ വിചാരിക്കുന്ന ഇതാണ്, ഇത് നമ്മുടെ ആളാണ്. അവർ കഴിക്കുന്ന ഭക്ഷണം തരുവാണെങ്കിൽ, നമ്മൾ കഴിക്കുവാണെങ്കിൽ പറയും, ഇത് നമ്മുടെ ആളാണ്, അതുകൊണ്ടാണ് ഭക്ഷിക്കുന്നത്. അതവർക്ക് വലിയ സന്തോഷമായി. പക്ഷേ അത് മുഖാന്തരം ആ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പാനിടയായി തീർന്നു. ഒരിക്കലും ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോൾ ഒരു സഹോദരി വെള്ളം തന്നു. കരിമ്പിൻ്റെ ജ്യൂസ് ഇടിച്ചു പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. തൻ്റെ കൈ കൊണ്ട് ഇത് ഇങ്ങനെ വെള്ളം ഒരു ചരുവത്തിൽ വെള്ളം കലക്കി തൻ്റെ സാരി കൊണ്ട് അരിച്ചാണ് തന്നത്. അരിപ്പ നോക്കിയപ്പോൾ അവിടെ കാണാനില്ലായിരുന്നു. ആ അരിപ്പയിലെ വെള്ളം ഈ സാരി തുമ്പിൽ അടിച്ച വെള്ളം കുടിച്ചു. വളരെ സന്തോഷമായി. പക്ഷേ ദൈവം ഇന്ന് ചക്ക് എന്ന് പറയുന്ന ഗ്രാമത്തിൽ ദൈവം സ്നാനപ്പെട്ട ധാരാളം പേരെ, ഏകദേശം ഇപ്പോൾ 24 പേർ സ്നാനപ്പെട്ടവരും നല്ലൊരു കൂട്ടത്തെ ദൈവം അവിടെ തന്നു. മറ്റൊരു ഗ്രാമത്തിൽ, ഭോജ്പുരി സംസാരിക്കുന്ന ഒരു ഗ്രാമം, ആ ഗ്രാമത്തിലെത്തി. അവരും ആ ചോദ്യമാണ് എന്നോട് ചോദിച്ചത്, നിങ്ങൾ ബാബുജി ചായ കുടിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും കുടിക്കും. അതേ പെട്ടെന്ന് ചായ ഇട്ട് തന്നു. ആ ചായ കുടിച്ചപ്പോഴാണ് മനസ്സിലായത്, ആ ചായക്കകത്ത് പഞ്ചസാരയ്ക്ക് പകരം അവർ തണുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത് കരിമ്പിൻ്റെ ജ്യൂസാണ്. ആ ചായക്കകത്ത് ഉപ്പുണ്ട്, മുളകിടും. കാരണം തണുപ്പ് സമയത്ത് അവർ ഗ്രാമക്കാർ കുടിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു കുടിക്കാൻ ഒട്ടും മനസ്സിലാതെ ഛർദ്ദിക്കുന്ന പോലെ തോന്നി. പക്ഷേ അവർ വളരെ ആദരവോടാണ് ചായ തന്നത്. ഞാൻ അല്പസമയം നോക്കിയപ്പോൾ തന്നെ നീണ്ട നഖങ്ങളുള്ള നഖം ഈ മൊന്തയിലുള്ള പാലിരുന്ന പാടെ ഇങ്ങനെ കൈകൊണ്ട് വടിച്ച് എൻ്റെ ഗ്ലാസിൻ്റെ വക്കിൽ കൊണ്ട് ഒഴിച്ചിട്ട് പറഞ്ഞു, ബാബുജി ഇങ്ങനെ കുടിച്ചാലാണ് ചായക്ക് നല്ല ടേസ്റ്റുള്ളതെന്ന്. ആ ചാത് കുടിച്ചു. പക്ഷേ സംഭവിച്ചത്, ദൈവം ഇന്ന് ഭോജ്പുരി ഭാഷ സംസാരിക്കുന്ന നല്ലൊരു കൂട്ടത്തെ ദൈവം ഇന്ന് ആ ഗ്രാമത്തിൽ തന്നു. അവിടെ നിന്ന് 4 മിഷണറിമാരെ ദൈവം തന്നു. പ്രധാന വേല ചെയ്യുന്ന സഹോദരിമാരെ ദൈവം തന്നു. നല്ലൊരു കൂട്ടം ദൈവം ഇന്ന് അവിടെ തന്നു. ഓരോ ഗ്രാമത്തിലും യേശു എന്ന വാക്ക് കേട്ടിട്ടില്ല, യേശു എന്ന ശബ്ദം കേട്ടിട്ടില്ല, യേശു എന്ന വാക്കോ ശബ്ദമോ ഒരു സുവിശേഷ പ്രതിയോ അവർ കണ്ടിട്ടില്ല. അങ്ങനെ അവിടെ അങ്ങനെ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും ഇതിന് ഏറ്റവും വലിയ എൻ്റെ ഹൃദയത്തിൽ വളരെ വേദന ഉണ്ടാകുവാനിടയിൽ തീർന്നു. കാരണം യേശു എന്ന വാക്ക് കേട്ടിട്ടില്ല, യേശു എന്ന ശബ്ദം കേട്ടിട്ടില്ല, ഒരു സുവിശേഷ പ്രതി കണ്ടിട്ടില്ല, ഒരു ബൈബിൾ അവർ കണ്ടിട്ടില്ല. അങ്ങനെ ഓരോ ഗ്രാമങ്ങളും സഞ്ചരിച്ച് ധാരാളം ഗ്രാമങ്ങളിൽ സുവിശേഷം എത്തിപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ നീണ്ട
വർഷങ്ങൾ കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആ ഗ്രാമത്തിൽ നിന്ന് നാട്ടിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ദൈവസന്നിധിയിൽ ഞാനിങ്ങനെ തീരുമാനിച്ചു, ദൈവമേ, കറണ്ടില്ലാത്ത, സ്കൂളില്ലാത്ത, ആശുപത്രിയില്ലാത്ത, വാഹന സൗകര്യങ്ങളില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഈ ഗ്രാമത്തിൽ പ്രവർത്തിപ്പാൻ ഒരു ദൈവാസി ആവശ്യമാണ്. അങ്ങനെ ഞാൻ ദൈവസ്ഥലിൽ തീരുമാനമെടുത്തു. ഞാനെടുത്ത തീരുമാനം ഇതായിരുന്നു: ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് 3 ഹൈ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഞാനിത് പറയുന്നത്, നാം ദൈവസന്നിധിയിൽ എന്ത് തീരുമാനമെടുക്കുന്നുവോ ആ തീരുമാനത്തിന് വില കെട്ടി വെക്കേണ്ടി വരും. നാം എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ പ്രവൃത്തി കാണുവാനിടയായിത്തീരും. അങ്ങനെ ഞാൻ ആ തീരുമാനമെടുത്തു. ദൈവസന്നിധിയിൽ ആ തീരുമാനത്തിന് ഉറച്ചു നിൽപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ നാട്ടിൽ കടന്നു വന്നു. നാട്ടിൽ കടന്നു വന്നപ്പോൾ ഒരു രാത്രിയിൽ 11 മണിക്ക് എൻ്റെ വീട്ടിൽ 3 ദൈവാസന്മാർ കടന്നു വന്നു. അവർക്കറിയില്ല ഞാനെടുത്ത തീരുമാനം എന്താണെന്ന്. ഞാനെടുത്തൊരു പേപ്പർ എഴുതി അതിൻ്റെ പേപ്പർ എൻ്റെ ബൈബിളിൽ ഒട്ടിച്ചു വച്ചിരിക്കുകയായിരുന്നു. ഇതാർക്കും അറിയില്ല, എനിക്കും ദൈവത്തിന് മാത്രമേ അറിയാവൂ. രാത്രി 11 മണിക്ക് അവരുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബ്രദറെ, ഒരു പെൺകുട്ടിയുണ്ട്. ഞാനെടുത്ത തീരുമാനം ഇതായിരുന്നു: ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ 1 സെൻറ്റ് ഭൂമി കാണാൻ പാടില്ല. രണ്ടാമത്തെ തീരുമാനം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവിടെ കയ്യിൽ 5 പൈസ കാണാൻ പാടില്ല. മൂന്നാമത്തെ തീരുമാനം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവർ സുവിശേഷ നിമിത്തം വീട് വിട്ടിറങ്ങിയതായിരിക്കണം. ഈ 3 ദൈവസ്ഥന്മാർ വന്നിട്ട് അവർ പറഞ്ഞത് ഇതായിരുന്നു: ബ്രദറെ, ഒരു പെൺകുട്ടിയുണ്ട്, അവർക്ക് വീടില്ല, അവിടെ കയ്യിൽ 5 പൈസയില്ല. അവർ ഹൈന്ദവ മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതുകൊണ്ട് അവർ വീട് വിട്ടവരാണ്. അന്ന് രാത്രി എൻ്റെ മാതാപിതാക്കളെ സഹോദരങ്ങളുള്ളപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇന്ന് രാത്രി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, കല്യാണ ഡേറ്റ് നിങ്ങൾ കുറിക്കാൻ പറഞ്ഞു. 10ാമത്തെ ദിവസം ഞങ്ങളുടെ കല്യാണം. ദൈവക്കളെ, ഞാനിത് പറയട്ടെ, നാം എന്ത് തീരുമാനിക്കുന്നുവോ അതിന് വില കെട്ടിവെക്കേണ്ടി വരും. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവശക്തി അതിനപ്പുറമാണ്. അങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞു. ഞങ്ങൾ യുപിയിലേക്ക് തിരിച്ചു വന്നു. കൊടുംചൂട്, ഡോക്ടറില്ല, ആശുപത്രിയില്ല, വാഹന സൗകര്യങ്ങളില്ല. സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിച്ചു. അത് ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്ന ലഖിംപൂർ ഖീരിയിൽ, ഉത്തർപ്രദേശിൽ ലഖിംപൂർ ഖീരിയിൽ ബീരാഖീരി എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിൽ അടിസ്ഥാനപരമായി അന്ന് ഒരു യാതൊന്നും ഇല്ല. പക്ഷെ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ഗ്രാമത്തിൽ ഒരു ആശുപത്രി ഇല്ലല്ലോ, ഒരു ആശുപത്രി ആവശ്യമാണ്. ഈ പാവപ്പെട്ട ജനത്തിന് ഓടിച്ചെന്ന് മരുന്ന് മേടിക്കുവാൻ ഒരു ആശുപത്രി ആവശ്യമാണ്. ഇവിടെ ഡോക്ടറില്ല, ഡോക്ടർമാർ ആവശ്യമാണ്. ഞാൻ പറയട്ടെ, അന്ന് ഓരോ ഗ്രാമത്തിലും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: സൈക്കിൾ അവിടെ നിർത്തിയിട്ട് മുട്ടിന്മേൽ നിന്നിട്ട് സൈക്കിളിൻ്റെ ടയറ് നോക്കുമായിരുന്നു. മോട്ടോർ സൈക്കിൾ അവിടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് മോട്ടോർ സൈക്കിൾ ടയർ നോക്കും. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഈ ഗ്രാമങ്ങളൊക്കെ അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ്. ഇവിടുത്തെ ജനം മുഴുവനും അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ്. അങ്ങയുടെ രക്തത്തിൻ്റെ വിലയാണ് ഈ ദേശം മുഴുവനും. അങ്ങനെ ഓരോ ഗ്രാമത്തിലും സുവിശേഷം അറിയിപ്പാനും, ഒപ്പം തന്നെ ആ ഗ്രാമങ്ങളിൽ എവിടെയൊക്കെ പ്രാർത്ഥിച്ചു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൽ ആശുപത്രിയിലായെന്ന്. ഞാൻ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റിൽ ഒരു മെഡിക്കൽ കോളേജില്ല. പക്ഷേ ഞാൻ താമസിക്കുന്ന കുഗ്രാമത്തിൽ ഒരു വലിയ മെഡിക്കൽ കോളേജ് വന്നു. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റോഡില്ല എന്ന് പറഞ്ഞല്ലോ. അവിടെ ഇന്ന് മനോഹരമായ റോഡ് ദൈവം തന്നു. അവിടെ സ്കൂളില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ, അവിടെ സ്കൂൾ ദൈവം തന്നു. ഒരിക്കൽ എൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, അയ്യോ, നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മുടെ മക്കളെ എവിടെ പഠിപ്പിക്കും? കാരണം ഒരു സ്കൂളില്ല. അന്ന് പുല്ലുമേഞ്ഞ ഹിന്ദി മീഡിയം സ്കൂളാണ്.
കുട്ടികൾ ചാക്ക് കൊണ്ട് വീട്ടിൽ ചാക്കെടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് വരണം. അതിനെടുത്ത് പഠിച്ചതിന് ശേഷം മുള ചീകി അതുകൊണ്ടാണ് വെള്ളയിൽ മഷുമുക്കി പലകയിൽ എഴുതുന്നത്. ആ സമ്പ്രദായമായിരുന്നു അന്ന്. ആ പ്രിയ സഹോദരി കരഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പഠിപ്പിക്കും? ഞാൻ പറയട്ടെ, സ്കൂളില്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്താൽ ദൈവം മക്കളെ ഉന്നത വിദ്യാഭ്യാസം നൽകുവാൻ ദൈവം വിശ്വസ്തനാണ്. ഞാൻ സ്കൂളില്ലാത്ത നാട്ടിൽ പോയി വേല ചെയ്തതിൻ്റെ ഫലമായി ദൈവം മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. ആരും അറിയാത്ത കുഗ്രാമത്തിൽ വേല ചെയ്തതിൻ്റെ ഫലമായി മക്കളെ ദൈവം വിദേശത്തായപ്പോൾ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആ ഗ്രാമങ്ങൾ സുവിശേഷം അറിയിപ്പാൻ ദൈവം വലിയൊരു വാതിലൊരുക്കി. ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 9 വർഷം വരെ എന്നെ ആരും അറിയത്തില്ലായിരുന്നു, അവിടെ ആരും വരത്തില്ലായിരുന്നു. പക്ഷേ 9 വർഷത്തിന് ശേഷം ചില ഭക്തന്മാർ ദൈവം എൻ്റെ അടുത്ത് അയച്ചു. അങ്ങനെ ആ ദൈവദാസന്മാരുമായിട്ട് അവർ വീട് ഞാൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു. അവർ യഥേഷ്ടം സ്വീകരിപ്പാനിടയായി തീർന്നു. അങ്ങനെ കേരളത്തിൽ നിന്ന് 15 പേർ, 18 പേർ, 20 പേർ, 22 പേർ ഒരു മാസം വരെ എൻ്റെ അടുക്കൽ താമസിച്ച് ഒരു പദ്ധതി ദൈവം എനിക്ക് ഒരുക്കി. കഴിഞ്ഞ 13 വർഷം വരെ ഈ ദൈവഭക്തന്മാർ കടന്നു വരികയും ഓരോ ഗ്രാമങ്ങളും, അതായത് ലഖിംപൂർ ഖീരിയിൽ ഓരോ ഗ്രാമങ്ങളും, ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് 75 പഞ്ചായത്ത്, ഒരു പഞ്ചായത്ത് എന്ന് പറയുന്നത് 2 മുതൽ 10 വരെ ഗ്രാമങ്ങൾ, ഒരു ബ്ലോക്കിൽ 75 പഞ്ചായത്ത്, അങ്ങനെ 15 ബ്ലോക്കിൽ 13 ബ്ലോക്ക് കവർ ചെയ്യുവാൻ ദൈവം ഇടയാക്കി തീർന്നു. നീണ്ട 13 വർഷം കൊണ്ട് ഏകദേശം 9.5 ലക്ഷം ബൈബിളുകൾ ഓരോ വീടും കയറിറങ്ങിക്കൊടുപ്പാൻ ദൈവം ഇടയാക്കി തീർത്തു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി, കാരണം ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ അന്ന് എനിക്ക് എൻ്റെ കയ്യിൽ ബൈബിളില്ല, ഒരു ട്രാക്റ്റ് കൊടുപ്പാനില്ല, ഒരു വേദപുസ്തകം കൊടുപ്പാനില്ല. ആ സ്ഥാനത്ത് ഗിഡിയൻസിൻ്റെ ഇൻ്റർനാഷണൽ ഗിഡിയൻസിൻ്റെ ബൈബിളുകൾ ധാരാളം ലഭിക്കാനിടയായി തീർന്നു. അങ്ങനെ ഈ ബൈബിളുകൾ കൊണ്ട് ടീം പ്രവർത്തനത്തിലൂടെ ഓരോ ഗ്രാമത്തിൽ ഞങ്ങൾ ചെന്ന് ഗ്രാമത്തിൽ കൊടുക്കുമായിരുന്നു. പക്ഷെ അന്ന് ദൈവം വഴിയൊരുക്കിയത്, ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ യഥേഷ്ടം ഞങ്ങളെ ആളുകൾ സ്വീകരിക്കുമായിരുന്നു. അതിങ്ങനെയായിരുന്നു സ്വീകരിച്ചത്. ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ചെന്നിട്ട് ഒരു വലിയ ഫ്ലക്സ് കിട്ടിയതിന് ശേഷം അതിൽ മദ്യപാനത്തിൻ്റെയും നശയുടെയും ചിത്രം, അതിന് താഴെ ക്യാൻസറിൻ്റെ ചിത്രം. ആദ്യം ഗ്രാമത്തിൽ ചെന്നിട്ട് ഈ ഫ്ലക്സ് വലിച്ചത് കെട്ടിയതിന് ശേഷം ക്യാൻസറിനെ കുറിച്ച് പറയും, അതിനെക്കുറിച്ച് യേശുവിനെക്കുറിച്ച് പറയും, ക്രൂസിനെക്കുറിച്ച് പറയും. എല്ലാവരും ഈ നിമിഷം 300-400 ജനങ്ങൾ, ഗ്രാമത്തിലുള്ള കുട്ടികൾ എല്ലാവരും ഓടിക്കൂടുമായിരുന്നു. അവരോട് ഈ സുവിശേഷം പറയും. അവസാനം ക്രൂസിനെക്കുറിച്ച് പാട്ടുപാടും, കൈകൂപ്പി എല്ലാവരും യേശുവിനെ സ്വീകരിക്കും. ഈ നിമിഷം 2 പേർ ഗ്രാമങ്ങളിൽ മൊത്തം നടന്ന് ബൈബിൾ കൊടുക്കും. അതിനുശേഷം അവിടെ നിൽക്കുന്നവർക്ക് ബൈബിൾ കൊടുക്കുമായിരുന്നു. ഞങ്ങളെങ്ങനെ പോകുന്നത്, ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഓരോ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴും അവിടെ ഗ്രാമത്തിൽ വെള്ളമില്ല, ഗ്രാമത്തിൽ നമുക്ക് കുടിക്കേണ്ട മറ്റ് സൗകര്യങ്ങളില്ല, ഒരു ഹോട്ടലില്ല, ഒരു ചായക്കടയില്ല. ഞങ്ങൾ ചെയ്യുന്ന പരിപാടി, രാവിലെ വയറു നിറച്ച് ആഹാരം കഴിക്കും, വൈകുന്നേരം 8 മണിക്കാണ് വീട്ടിൽ വരുന്നത്. ഈ സമയം മറ്റൊന്നുമില്ല. ഉച്ചയ്ക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഒരു കുപ്പി വെള്ളം, രാവിലെ കഞ്ഞി വെച്ച് ആ കഞ്ഞിവെള്ളം ഡൈലൂട്ടാക്കി ഓരോ കുപ്പി നിറയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു പഴവും ഒരു കുപ്പി വെള്ളവുമാണ് ഞങ്ങളുടെ ഉച്ചഭക്ഷണം. അങ്ങനെ നീണ്ട 13 വർഷം ചാലക്കുടിയിലുള്ള കഥാനാസൻ തോമസ്, അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരാണ്. അതൊരു ടീമാണ് അത് ഏറ്റവും കൂടുതൽ സഹായിച്ചത്. അങ്ങനെ ഞങ്ങൾ ഈ ടീം പ്രവർത്തനം നടത്തി 13 ബ്ലോക്കുകൾ കവർ ചെയ്യാനിടയായി തീർന്നു. ഈ നിമിഷം ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ കർത്താവ് ശരണപ്പെടുന്നു. ദൈവം എത്രയും നല്ലവനാണ്. ദൈവസന്നിധിയിൽ നാം എന്ത് തീരുമാനിക്കുന്നുവോ ആ തീരുമാനത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. അങ്ങനെ ആ ഗ്രാമത്തിൽ ഞങ്ങൾ ഓരോ ഗ്രാമങ്ങളിൽ കവർ ചെയ്ത് വരുമ്പോൾ
ആളുകളിങ്ങനെ ധാരാളം എല്ലാവരും യേശുവിനെ അംഗീകരിക്കാൻ തുടങ്ങി, ബൈബിളുകൾ വായിക്കുവാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ ദിവസവും ഈ പ്രോഗ്രാം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങളൊരു ഗ്രാമത്തിൽ ചെന്നു. ഞങ്ങളന്ന് 16 പേരുണ്ടായിരുന്നു. ആ 16 പേര് ആ ഗ്രാമത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 2 ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, അവർ ഒരു ഗ്രാമത്തിലെത്തിയ ദൈവാസന്മാരെ ഞങ്ങളെ കുതിരയെ തല്ലി. അന്ന് 6 പേരെ കുതിരയെ തല്ലി. ഞങ്ങളെല്ലാവരും പിടിച്ച് ജയിലിലിട്ടു. പോലീസ് വന്നു, ഞങ്ങളെപ്പോഴും ജയിലിൽ കൊണ്ടുപോയി. രാത്രി 11 മണി വരെ ഞങ്ങൾ ജയിലിൽ കിടന്നു. പക്ഷേ അന്നത്തെ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. ഞാൻ സ്റ്റേഷനിൽ വെച്ച്, കാരണം എൻ്റെ കൂടെ വന്ന പ്രിയപ്പെട്ടവർക്ക് ഹിന്ദി അറിയില്ല, അവരോട് ഞാൻ ഈ ഫ്ലക്സ് കാണിച്ചിട്ട് സാറിന് അവരോട് പറഞ്ഞു, സാറേ ഞങ്ങൾ കാണിക്കുന്നത് ഈ പിക്ചർ വെച്ച് നശാമുക്തി ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്. അവർക്ക് വലിയ സന്തോഷമായി. അവർ ഞങ്ങൾക്ക് ഫേവറായി ഞങ്ങളുടെ പേരിൽ കേസെടുക്കാതെ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ഗ്രാമങ്ങളിലും യേശുവെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരവേ ഒരിക്കൽ ഒരു ഗ്രാമത്തിലെത്തി. ആ ഗ്രാമത്തിൽ ഞങ്ങൾ പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഒരു ഗ്രാമത്തിൽ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ഗ്രാമത്തിലേക്ക് രോഗികൾക്കായി പ്രാർത്ഥിച്ച്, ചില സമയത്ത് ലഭിക്കുന്ന സമയം രോഗികൾക്കായി പ്രാർത്ഥിക്കും. അങ്ങനെ രോഗികൾക്കായി പ്രാർത്ഥിച്ച് മറു ഗ്രാമത്തിലൂടെ പോകുന്ന സമയത്ത് പിറ്റേന്ന് ഈ ഗ്രാമത്തിലൂടെയാണ് കടന്നു പോകാൻ വേറെ വഴിയില്ല. ഒരു കൂട്ടം ആളുകൾ ഓടി വരികയായിരുന്നു. ഒരു കൂട്ടം ആളുകൾ ഓടി വന്ന് ഞങ്ങളെ സമീപിച്ചു. ഞങ്ങൾ വിചാരിച്ചു എന്ത് സംഭവിച്ചെന്നറിയില്ല, എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നറിയില്ല. അപ്പോഴാണ് ഒരു കൊച്ചിനെ അവർ ഉയർത്തി കാണിച്ചിട്ട് പറയുന്നത്, നിങ്ങൾ ഇന്നലെ ഈ കൊച്ചിനോട് പ്രാർത്ഥിച്ചു, അവൻ സംസാരിക്കത്തില്ലായിരുന്നു, അവൻ കേൾക്കത്തില്ലായിരുന്നു. പക്ഷേ നിങ്ങളിന്നലെ പ്രാർത്ഥിച്ചത് ആ പ്രാർത്ഥന മുഖാന്തരം ഈ കൊച്ചിനിപ്പോൾ കേൾക്കാം, അവനിപ്പോൾ സംസാരിക്കാം. വലിയ സന്തോഷമായി. ഇന്ന് കിഷൻപൂർ എന്ന് പറയുന്ന വനത്തിനുള്ളിൽ ഒരു ചർച്ച്, ഒരു സഭ, ഒരു കൂട്ടം ജനത്തെ ദൈവം ഒരുക്കി. ഓരോ ഗ്രാമങ്ങളിലും ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ ഗ്രാമങ്ങളിലും ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയി വെള്ളം കുടിച്ചുവോ, ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കഴിച്ചുവോ, ഏതൊക്കെ ഗ്രാമങ്ങളിൽ പോയി ഉപദ്രവം സഹിച്ചുവോ, ഇന്ന് ആ ഗ്രാമങ്ങളൊക്കെ യേശുവിനായി തീർന്നു. ഇന്ന് ധാരാളം സഭ ഉടലെടുപ്പാൻ ദൈവടയാക്കി തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു. ആ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരം. നാം സുവിശേഷമായി കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നത് നമ്മുടെ കാലാണ് മനോഹരം. നാം പറയുന്ന സുവിശേഷം അതിനേക്കാൾ മനോഹരമാണ്. ദൈവത്തിൻ്റെ വചനമാണ് ജനത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ നമ്മുടെ സമർപ്പണം ഏറ്റവും അത്യാവശ്യമാണ്. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവരെയാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെ ഓരോ ഗ്രാമങ്ങളിലും ഏത് ഗ്രാമത്തിൽ ഭക്ഷണം കഴിച്ചു, ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ പോയി ഇങ്ങനെ അവർ ഭക്ഷണം തരുവാനായിട്ട് തീരുമാനിച്ചു. എന്നെയും എൻ്റെ മറ്റൊരു സഹോദരനുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹമായി ആ ഗ്രാമത്തിൽ പോയി ഭക്ഷണം കഴിപ്പാൻ അവർ പറഞ്ഞു. അവർ ആദിവാസികളായിരുന്നു, വളരെ പാവപ്പെട്ടവരായിരുന്നു. അവർക്ക് തരുവാൻ മറ്റൊന്നുമില്ല. അവർ വളരെ മനോഹരമായ ചോറുണ്ടാക്കി. അന്ന് മഴ സമയത്ത് അവർ മീൻ പിടിച്ച് ഉണക്കി സൂക്ഷിക്കുന്ന സ്വഭാവം അവർക്കുണ്ട്. അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ ചോറ് തന്നു. ആ ചോറിൻ്റെ മുകളിൽ വലിയ മീൻ കഷ്ണം, ഇങ്ങനെ വലിയ മീൻ, അതിൻ്റെ പുറത്തുള്ള കളയാതെ, അതിൻ്റെ വയറ്റിൽ ഒന്നും കളയാതെ അതുപോലെ പുഴുങ്ങിയതുപോലെ ആ മീനിൻ്റെ ചോറിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട്. അത് മനോഹരമായ രീതിയിൽ കഴിച്ചു. പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന സഹോദരൻ ചോദിച്ചു, സഹോദരി മുളകുണ്ടോ? അവർക്ക് അതുപോലെ തരാനില്ലായിരുന്നു. സംഭവിച്ചെന്നാണെന്നറിയാമോ? ആ ഗ്രാമത്തിൽ ഇന്ന് ദൈവം 4 ചർച്ച്, ആ ചുറ്റുമുള്ള വനത്തിനുള്ളിലുള്ള 4 ഗ്രാമത്തിൽ 4 ചർച്ച് ഉണ്ടാകുവാനിടയിൽ തീർന്നു. ധാരാളം ചർച്ചുകളെ ദൈവം തന്നു. അനേക സുവിശേഷകരെ അവിടെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഇന്ന് എനിക്ക് ദൈവങ്ങളോട് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ സുവിശേഷ വേലയ്ക്കായി നാം ഇറങ്ങുമ്പോൾ നമ്മുടെ സമർപ്പണം ദൈവത്തിന് ആവശ്യമാണ്. നമ്മുടെ
ജീവിതമാണ് ദൈവത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുവാനുള്ളത്. നാം സുവിശേഷ വേലയിൽ വരുമ്പോൾ നമ്മുടെ തീരുമാനം എന്താണ്? നമ്മുടെ തീരുമാനത്തിലാണ് ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ എൻ്റെ മകളിങ്ങനെ പറഞ്ഞു, 3 വയസ്സായ കുഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഗ്രാമത്തിൽ ചന്തകൾ ആഴ്ച 2 പ്രാവശ്യമാണ് ചന്തയുള്ളത്. ആ ചന്തയിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമാണ് ചന്തയുള്ളത്. അന്ന് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു വെക്കണം. അതിനുശേഷം ഭക്ഷണ സാധനം പിന്നെ കിട്ടാറില്ല. അങ്ങനെ ഒരിക്കൽ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർ ആ ആഴ്ചയിൽ ഒരിക്കൽ ഈ ചന്തയിൽ പോയി ഇറച്ചി മേടിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിങ്ങനെ വിളിച്ചു പറഞ്ഞു, 3 വയസ്സായ കുഞ്ഞ്, പപ്പ മീറ്റിലേക്കറാന, പപ്പ ഇറച്ചി കൊണ്ടുവരണമേ എന്ന്. എൻ്റെ കയ്യിൽ 5 പൈസയില്ല. എത്രയോ പ്രാവശ്യം വീട് മുതൽ ഗ്രാമത്തിൽ ചന്തയിൽ പോയിട്ട് വെറും സഞ്ചിയുമായിട്ട് കടന്നു വന്നിട്ടുള്ള എത്രയോ ദിവസങ്ങൾ. പക്ഷേ അന്ന് ഉള്ള സന്തോഷം, ഒന്നും മേടിച്ചില്ല എങ്കിലും, ഒന്നും ലഭിച്ചില്ല എങ്കിലും വളരെ സന്തോഷമായിരുന്നു. അന്ന് ആ കുഞ്ഞ് അങ്ങനെ പറഞ്ഞ് വീട്ടിൽ വന്നു, വളരെ വിഷമിച്ചു വന്നു. പക്ഷേ അന്ന് വൈകുന്നേരം ഒരു സഹോദരൻ, സുവിശേഷം പറഞ്ഞൊരു സഹോദരൻ, ഗ്രാമത്തിലുള്ളൊരു സഹോദരൻ ചന്തയിൽ വന്നിട്ട് താൻ കുറച്ച് സബ്ജിയും മീറ്റുമായി വീട്ടിൽ വന്നു. ഞാൻ സന്ധ്യയ്ക്ക് ഒരു പ്രവർത്തനത്തിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ മീറ്റ് വെക്കുന്നു. ഞാൻ ചോദിച്ചു, ആര് കൊണ്ടുവന്നതെന്ന്. അപ്പോൾ പറഞ്ഞു, ഇന്ന ഗ്രാമത്തിലെ രാംപാൽ എന്ന് പറയുന്ന സഹോദരൻ ചന്തയിൽ വന്നപ്പോൾ തനിക്ക് വലിയ ഉൾപ്രേരണ ഉണ്ടായി മീറ്റ് മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന്. എൻ്റെ മകൾ പറഞ്ഞ വാക്കിന് സ്വർഗം അത് ശരിവെച്ചു. തിരുവഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം നൽകുന്ന ദൈവം, കരയുന്ന കാക്കക്കുഞ്ഞിന് അതതിൻ്റെ ആഹാരം നൽകുന്ന ദൈവം. മകളുടെ ആ കുഞ്ഞിൻ്റെ പ്രാർത്ഥന, ആ കരച്ചിൽ ദൈവം കേട്ടു. എത്രയോ പ്രാവശ്യം നീണ്ട 9 വർഷം വരെ സൈക്കിൾ ചവിട്ടുവാനായിട്ട് ദൈവം അവസരം ഒരുക്കി. ഓരോ ഗ്രാമത്തിൽ പോയി സൈക്കിൾ ചവിട്ടിയിട്ട് തിരിച്ചു കടന്നു വരുമ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ മൂട്ടിലിരുന്നിട്ട് മൂക്ക് ഞെക്കുമ്പോൾ എത്രയോ പ്രാവശ്യം മൂക്കിലൂടെ രക്തം വന്നു. പക്ഷെ ഞാൻ പറയട്ടെ, ഇന്ന് ഏതൊക്കെ ഗ്രാമത്തിൽ പോയി വെള്ളം കുടിച്ചുവോ, ഏതൊക്കെ ഗ്രാമത്തിൽ പോയി ഭക്ഷണം കഴിച്ചുവോ, ഏതൊക്കെ ഗ്രാമത്തിൽ പോയി ഉപദ്രവം സഹിച്ചുവോ, സ്വർഗത്ര ദൈവം ആ ഗ്രാമങ്ങളെയൊക്കെ ഞങ്ങൾക്ക് തന്നു. എത്രയോ പ്രാവശ്യം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട അവസരങ്ങൾ. പക്ഷേ ദൈവം കൂടെയിരുന്നു. ദൈവം ഒരിക്കലും കൈവിട്ടില്ല. ഒരിക്കൽ എന്നെ കൊല്ലുന്നതിന് വേണ്ടി പ്ലാനുകൾ തയ്യാറാക്കി. എന്നെ കൊല്ലുന്നതിന് വേണ്ടി ഞാൻ വരുന്ന ഗ്രാമത്തിൽ നിന്ന് മറ്റൊരു ഗ്രാമത്തിൽ കൂടെ തിരിച്ചു വരുമ്പോൾ ആളുകൾ എന്നെ വിജനമായ സ്ഥലത്ത് വെച്ച് കൊല്ലുവാൻ ശ്രമിച്ചു. ദൈവം അവിടെ നിന്ന് എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. ഒരു പഞ്ചാബി സഹോദരൻ ഏഷ്യയിലേക്ക് കടന്നു വന്നു. താൻ കടന്നു വന്നത് മുഖാന്തരം തൻ്റെ ബന്ധുക്കൾ അർദ്ധരാത്രി ആ പയ്യൻ്റെ മാതാപിതാക്കൾക്ക് ഫോൺ ചെയ്തു, നാളെ രാവിലെ ആ ഈസാ മസീഹ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വെടിവെക്കും, പക്ഷേ നിങ്ങളുടെ മകൻ അതിൽ കാണാൻ പാടില്ല. അദ്ദേഹത്തെ വെടിവെക്കുന്നത് ഉന്നം തെറ്റി നിങ്ങളുടെ മകനെ കൊള്ളാതിരിക്കുവാൻ നിങ്ങളുടെ മകനെ സൂക്ഷിച്ചോ, നിങ്ങളുടെ മകനെ നിങ്ങളുടെ സൂക്ഷിക്കേണ്ടതും കൂടെ ഉത്തരവാദിത്തമാണ്. രാത്രി 1 മണിയായപ്പോൾ ആ പഞ്ചാബി സഹോദരൻ മാതാപിതാക്കൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്, പാതിരി സാബ്, നാളെ മുതൽ എൻ്റെ മകനെ വിളിക്കരുത്, നിങ്ങളെ വെടിവെക്കുന്നതിന് വേണ്ടി ആളുകൾ വട്ടം കൂട്ടുകയാണ്, നിങ്ങളിവിടെ നിന്ന് മാറിപ്പോകണം. ഞാൻ ഒരു സാരമില്ല. പക്ഷേ സംഭവിച്ചത്, ഈ പറഞ്ഞ സഹോദരൻ ദൈവം തന്നെ തൊട്ടു. തനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഒപ്പം തന്നെ ഈ പറഞ്ഞ സഹോദരൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിൽ നിന്നും ഉറച്ചു നിൽക്കുന്ന ഒരു സഹോദരനായി തീർന്നു. അനേക പഞ്ചാബി കുടുംബങ്ങളെ ദൈവം തന്നു. എൻ്റെ ചുറ്റും ആ ഗ്രാമത്തിൽ മറ്റൊരു ഗ്രൂപ്പുകാരുണ്ട്. ഭിക്ഷക്കാരാണ് അവർ. ഏത് ഗ്രാമത്തിലും പോയാൽ ഓരോരോ ജാതിക്കാരാണ്. ആ ഗ്രാമത്തിന് ചുറ്റും കൂടുതൽ ഭിക്ഷക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. അവിടെ പോകുമ്പോൾ പലപ്പോഴും ഞാനിങ്ങനെ പറയാറുണ്ട്, അവർ ഭക്ഷണം തന്നിട്ട് ഭക്ഷണം കഴിക്കാൻ സമയത്ത് ഇങ്ങനെ പറയും, ബാബുജി ഭക്ഷണിക്ക് ഭക്ഷിക്കണം. അപ്പോൾ ഞാൻ പറയും കഴിക്കാൻ. കാരണം
കഴിക്കാൻ ഒത്താക്കാത്ത കണ്ടീഷനാണ്. പാത്രമില്ല, നല്ല പാത്രമില്ല. അവർ കഴിക്കുന്ന ഭക്ഷണം കോഴിയുടെ ചന്തയിൽ പോയിട്ട് കോഴിയുടെ കുടലും കോഴിയുടെ തൊലിയും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ചൂടുവെള്ളത്തിൽ മുക്കി ഇങ്ങനെ കഴുകി അത് ആണ് ഇവർ കോഴിയുടെ കാലും മറ്റുമാണ്. ഞാൻ പല പ്രാവശ്യം അവരോട് കള്ളം പറയുമായിരുന്നു, കഴിക്കാമെന്ന്. ഞാൻ ഒരു ദിവസം തീരുമാനിച്ചു, എത്ര പ്രാവശ്യം കള്ളം പറയും. ഞാനൊരു ദിവസം പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കും. അന്ന് അവിടെ വീട്ടിൽ ചെന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി ഒരുക്കി എന്നെ തറയിലിരുത്തി. അവരുടെ പ്ലേറ്റിൻ്റെ വക്കലിനെ പൊട്ടിയ മാത്രം ഭിക്ഷക്കാരുടെ ആ പാത്രത്തിൽ എനിക്ക് ഭക്ഷണം തന്നു, റൊട്ടി തന്നു, ചോറ് തന്നു. ഞാൻ നോക്കിയപ്പോൾ കോഴിയുടെ കുടലും കോഴിയുടെ തൊലി, കോഴിയുടെ തല, കോഴിയുടെ കാല് എല്ലാം ഒരുമിച്ച് വെച്ച കറി കർത്താവിനകത്ത് കഴിപ്പാൻ ദൈവടിയാക്കി. സംഭവിച്ചെന്നാണെന്നറിയാമോ? ദൈവം ഇന്ന് ആ ഗ്രാമത്തെ തന്നു. സ്നാനപ്പെട്ടവരുടെ ദൈവം തന്നു, കുടുംബങ്ങളെ ദൈവം തന്നു. ഇന്ന് അവരുടെ ഇടയിൽ ആരാധനയുണ്ട്. കർത്താവിന് സ്തോത്രം. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പേ ചർച്ചിൽ ആക്രമണമുണ്ടായി. ധാരാളം ജനത്തെ ദൈവം തന്നു. ചർച്ചിൽ ആക്രമണമുണ്ടായി. പബ്ലിക്കായിട്ട് എന്നെ തല്ലി, എൻ്റെ മകനെ തല്ലി, ഭാര്യ സഹോദരിയെ തല്ലി. ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി. പക്ഷേ ദൈവം അത്ഭുതമായിട്ട് ഞങ്ങളെ വിടുവിച്ചു. കാരണം ഞങ്ങളുടെ 8 മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. പക്ഷെ അതിനൊക്കെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചത്, അത് മുഖാന്തരം അനേകർ വീണ്ടും ദൈവസ്ഥലിൽ കടന്നു വരുവാനിടയായി തീർന്നു. അത് മുഖാന്തരം ധാരാളം ജനങ്ങൾ വീണ്ടും കർത്താവിൽ വരുവാനിടയായി തീർന്നു. ഒരിക്കൽ വീണ്ടും ആ ചർച്ചിൽ ആക്രമണമുണ്ടായി. അന്ന് എല്ലാവരും, സഭയിലുള്ള എല്ലാ വിശ്വാസമക്കളും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവർ കേസെടുത്തില്ല. കർത്താവിന് നന്ദിയോട് സ്തോത്രം. എത്രയോ പ്രാവശ്യം അടിയേണ്ട സമയങ്ങളുണ്ട്. എത്രയോ പ്രാവശ്യം മരണത്തിൻ്റെ ഭീതിയുടെ കടന്നുകൊണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവം അതൊക്കെ ഞങ്ങളെ വിടുവിച്ചു. ഇന്ന് ഈ മാധ്യമത്തിലൂടെ, ഈ അനുഭവത്തിലൂടെ എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുന്ന ദൈവമേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെലവിട്ടാൽ അതൊരിക്കൽ നഷ്ടമല്ല. കർത്താവിന് വേണ്ടി നാം എന്തെങ്കിലും കഷ്ടം സഹിച്ചാൽ അതൊന്നും നഷ്ടമല്ല. നാം യേശുവിന് വേണ്ടി എന്തെങ്കിലും വിടേണ്ടി വന്നാൽ അതൊന്നും നഷ്ടമല്ല. സ്വർഗത്തിലെ ദൈവം അതിൻ്റെ മഹിമയ്ക്കായി അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ 2 വർഷത്തിന് മുമ്പേ നടന്ന സംഭവമാണ്. ഞങ്ങളിനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, തണുപ്പ് സമയമായിരുന്നു, പ്രാർത്ഥിക്കുന്ന സമയം. ആ സമയത്ത് ഒരു സഹോദരൻ വീട്ടിൽ വന്നിട്ട് ഒരു ബുക്കും പേപ്പറും വെച്ചിട്ടിങ്ങനെ പറഞ്ഞു, സാറേ, ഈ പേപ്പർ നിങ്ങളുടേതാണ്, ഇതിനകത്തൊരു താക്കോൽ നിങ്ങളുടേതാണ്. ഞാൻ ചോദിച്ചു, എന്താ? അതായത് വീട്ടിന് മുറ്റത്തൊരു കാർ കൊണ്ടിട്ട് പറഞ്ഞു, ഈ കാർ നിങ്ങളുടേതാണെന്ന്. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവം അവരുടെ ഹൃദയം സംസാരിച്ചു. അവർ ഒരു കാർ ദാനമായി തരുവാൻ ദൈവം ആക്കി തീർത്തു. കർത്താവിന് വേണ്ടി നടന്നാൽ ദൈവം ഈ ഭൂമിയിലെ പ്രതിഫലമല്ല, പക്ഷെ അതിനേക്കാളുപരി എനിക്ക് പറയാനുള്ളത്, അന്ത്യത്തെ നോക്കി നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതൊന്നും നഷ്ടമല്ല. നമുക്കൊരു നിത്യതയുണ്ട്, ഒരു നിത്യ വീടുണ്ട്, നിത്യ ശരീരമുണ്ട്, നിത്യ തേജസ്സുണ്ട്. തേജസ്സിൻ്റെ കിരീടം ദൈവം ഒരുക്കിയിരിക്കുന്നു. ആ നിത്യ പ്രതിഫലത്തിനായി ലാക്കാക്കുന്ന കോടാം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് ഓടി നമ്മുടെ ഓട്ടം തികയ്ക്കാം. ഒരു ദിവസം പ്രതിഫലം തരുന്ന ദിവസം ആ പ്രതിഫലത്തിന് നമുക്ക് കാത്തിരിക്കാം. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഓരോ അവസരങ്ങളും വിലപ്പെട്ടതാണ്. അത് ഓടി തികയ്ക്കാം. ദൈവകർത്താവിന് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്യാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. എനിക്ക് പറയാനുള്ളത്, അവസാനമായി പറയാനുള്ളത്, എന്നെ ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെലവിട്ടാൽ അതൊന്നും വൃഥാവല്ല. ദൈവം പരലോകത്തിൽ ഒരു പ്രതിഫലം വച്ചിട്ടുണ്ട്. അത് സ്വീകരിക്കാം. ഈ ഭൂമിയിൽ പിന്നാലെ വരുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ പിന്നാലെ കടന്നു വരും. പിന്നെ മുന്നാൾ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.